വിദ്യാർത്ഥികളെ, ഞാൻ ദാവൂദ്, PMS PTS VHSS കൈക്കോട്ടുകാട് സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനാണ്. നിങ്ങൾ വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടിയിരിക്കുന്നതിന്റെ ഒരു മടുപ്പ് നിങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ക്യാമ്പസിലേക്ക് വന്നുകൊണ്ട് ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. എന്തായാലും ഈ കോവിഡ് മഹാമാരി എന്നത് നമ്മളെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസത്തിന്, അതായത് ഓൺലൈൻ പഠനത്തിന് നിങ്ങൾ നല്ല ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൂടാതെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പഴയ ക്യാമ്പസ് വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചെത്താനും നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മുടെ പുതിയ NSQ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള JST എന്ന കോഴ്സിനെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളിൽ JST കോഴ്സിന്റെ സാധ്യതകളെ കുറിച്ചും ആ കോഴ്സ് കഴിഞ്ഞാലുള്ള ഉപരിപഠന സാധ്യതകളെ കുറിച്ചും ആ കോഴ്സ് കഴിഞ്ഞാൽ ഏത് ജോലിയാണ് നമുക്ക് കിട്ടുന്നത് എന്നതിനെ കുറിച്ചും, കൂടാതെ അതിന്റെ അക്കാഡമിക് ആയിട്ടുള്ള അതിന്റെ മാർക്ക് എത്രയാണ്, എത്ര മാർക്കിലാണ് എക്സാം നടത്തുന്നത്, അതിന്റെ പ്രാക്ടിക്കൽ എങ്ങനെ നടത്തും, പ്രാക്ടിക്കൽ ആര് കണ്ടക്ട് ചെയ്യും തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നിവിടെ നമ്മുടെ JST കോഴ്സിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഒരു ക്ലാസ്സാണ് കൈകാര്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സോഫ്റ്റ്വെയർ കൺസ്ട്രക്ഷൻ എന്ന പാഠഭാഗത്തിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. വിദ്യാർത്ഥികളെ, നമ്മൾ പഠനം എന്ന ഒരു യാത്രയിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ VHSC വിദ്യാഭ്യാസം തിരഞ്ഞെടുത്തത് തന്നെ ഒരു നല്ല കരിയർ സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി കോഴ്സിനെ അപേക്ഷിച്ച് VHSCയുടെ JST ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം നിങ്ങളൊരു മികച്ച കരിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടുള്ള ഒരു മികച്ച കരിയർ സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെയാണ്. ഈ സ്വപ്നത്തിലേക്ക് കടക്കണമെങ്കിൽ, ഈ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മളൊരു യാത്രയിൽ ഇങ്ങനെ നടന്നു പോകേണ്ടത്, യാത്ര ഒരു അക്ഷീണം പ്രയത്നിക്കേണ്ടത്. ഈ യാത്ര പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാനൊരു കഥയിലൂടെ തുടങ്ങാം. കുറേ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരു വിദൂര സ്വപ്നം, വിദൂര ലക്ഷ്യം അടിസ്ഥാനമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കൊരു സ്ഥലത്തെത്തണം, ഒരു ദൂരത്തുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട്. കുറച്ച് ദൂരത്താണ്. അവരെല്ലാവരും നടന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു ടൗണിനടുത്തുള്ള ഒരു ടൗണിലൂടെയാണ് അവരിങ്ങനെ നടന്നു പോകുന്നത്. അവർ നടന്നു പോകുമ്പോൾ ഒരു വലിയ മതിൽ അവരെ കണ്ടു. ഈ മതിലിനപ്പുറത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു, 15, 15, 15. ഇതിൽ ഈ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുടെയും ആണ് നടന്നു പോകുന്നത്. ആ നടന്നു പോകുന്ന കുട്ടികളിൽ ചില വികൃതിയുള്ള കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊരു ലക്ഷ്യബോധമില്ലായിരുന്നു. മറ്റുള്ള കുറച്ച് നല്ല ലക്ഷ്യബോധമുള്ള കുട്ടികളുണ്ടായിരുന്നു. ഈ ലക്ഷ്യബോധമില്ലാത്ത വികൃതി കുട്ടികൾ ഈ ശബ്ദം കേട്ട സമയത്ത് എന്താണ് ആ ശബ്ദം, അവർക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതിൽ കൂട്ടത്തിൽ മുതിർന്ന ഒരു അധ്യാപകൻ രക്ഷിതാവ് പറഞ്ഞു, നമ്മൾക്ക് പെട്ടെന്ന് എത്തേണ്ടതുണ്ട്, നിങ്ങൾ അതൊന്ന് മൈൻഡ് ചെയ്യണ്ട, വേഗം നടന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികൾ പിന്നോട്ട് പോയി. ഇതെങ്ങനെയെങ്കിലും എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കും. അവർ 15, 15, 15 എന്ന ശബ്ദം എന്താണെന്ന് അറിയാൻ പറയുമ്പോൾ അവരെന്ത് ചെയ്തു, ആ മതിലിന്റെ അപ്പുറത്തേക്ക് തുള്ളി നോക്കി. പക്ഷേ അവർക്കത് കണ്ടെത്താൻ കഴിയില്ല, കാരണം വലിയ ഹൈറ്റിലായിരുന്നു ആ മതിൽ. പിന്നെ കുറച്ച് ദൂരം നടന്നപ്പോൾ അവരൊരു ഹോൾസ് കണ്ടു. ആ മതിലിനടുത്തുള്ള ഒരു ഹോൾസ് കണ്ടു. ആ ഹോൾസിനുള്ളിലൂടെ അവർ ഉള്ളിലേക്ക് നോക്കി. അതിലൊരുത്തൻ ഉള്ളിലേക്ക് നോക്കിയ ഉടനെ ഒരാൾ അവന്റെ കണ്ണ് ഒരൊറ്റ കുത്തൻ, കണ്ണിലേക്ക് ഒരൊറ്റ വടിയെടുത്ത് കുത്തി. അവന്റെ കണ്ണ് പോയി. ഇവൻ കരയാൻ തുടങ്ങി. ഈ സമയത്ത് അധ്യാപകരും രക്ഷിതാക്കളെല്ലാം മടങ്ങി വന്നിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു.
അവൻ പറഞ്ഞു, ഞാൻ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട് ഹൃദയത്തെ. ആ ശബ്ദം 15 എന്ന് ശബ്ദം ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബോൾസിലൂടെ ഏതെങ്കിലും ദാരത്തിലൂടെ നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് അപ്പുറത്തുനിന്ന് എത്തിപ്പൊട്ടിച്ചു. അധ്യാപകർ കാര്യം മനസ്സിലാക്കിയപ്പോൾ അവിടെ അതിനുശേഷം ഈ 15 എന്ന് പറയുന്ന ശബ്ദം കേട്ടതിന് ശേഷം പിന്നീട് ശബ്ദം കേൾക്കുന്നത് 16 എന്നാണ്. അധ്യാപകൻ രക്ഷിതാക്കളും ഇവന്റെ കണ്ണ് പൊട്ടി ചോര എഴുതുന്ന സമയത്ത് തിരിച്ചു വന്നപ്പോൾ ആ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു 16. എന്താണെന്ന് കാര്യം അന്വേഷിച്ച സമയത്ത് ആ വലിയ മതിലിനപ്പുറത്തൊരു പ്രാതാശുപത്രിയായിരുന്നു. അവിടെയുള്ളൊരു ഭ്രാന്തൻ 15 കണ്ണ് പൊട്ടിച്ചിട്ടായിരുന്നു 15 എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്. അവന്റെ അടുത്ത ഇര ഈ വിദ്യാർത്ഥിയായിരുന്നു. പിന്നീട് അയാൾ 16 എന്ന് പറയുന്നത് ഇവന്റെ കണ്ണുകൾ. ആക്ച്വലി ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ടായിരുന്നു. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് വളരെ വേഗത്തിൽ എത്തേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ആ ലക്ഷ്യബോധമുള്ള കുട്ടികൾ വളരെ വേഗത്തിൽ തന്നെ അധ്യാപകരുടെയും രക്ഷിതാക്കളും പറയുന്നത് അനുസരിച്ചുകൊണ്ട് നടന്നു. കുറച്ച് കുട്ടികൾ, ലക്ഷ്യബോധമില്ലാത്ത കുറച്ച് കുട്ടികൾ, വികൃതി കുട്ടികൾ, അവരെന്ത് ചെയ്തു? അവരുടെ ആ ഒരു ലക്ഷ്യത്തെ മറികടന്ന് അനാവശ്യ കാര്യങ്ങളിലേക്ക് അവരങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ഈ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ടതോടുകൂടി അവന്റെ കണ്ണുകൾ പോയി. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്ന യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറാണ് നിങ്ങളുടെ ഇവിടുത്തെ ലക്ഷ്യം. കരിയർ മീൻസ് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവുക, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കരിയർ. ഈ കരിയർ നിങ്ങൾക്ക് നടപ്പിലാകണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യബോധം, നിങ്ങൾക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് പഠന പ്രവർത്തനത്തിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ ആവശ്യാർത്ഥം ഈ കോവിഡ് മഹാമാരിക്കിടയിൽ നമ്മൾ അതെങ്ങനെയെങ്കിലും കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസം നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ടാണ് സർക്കാർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ വിദ്യാഭ്യാസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓഫ്ലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചെത്തണം. ആ ക്യാമ്പസ് വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇവിടെ ആ ലക്ഷ്യബോധം നടപ്പിൽ വരുത്തണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾ തരുന്ന ഈ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം വളരെ വ്യക്തമായി കേൾക്കുകയും പിന്നീട് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പഠന പ്രവർത്തനത്തിൽ നല്ലവണ്ണം ഒഴുകി നമ്മൾക്ക് ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുകയും ചെയ്യും. ഏതായാലും നമ്മുടെ സോഫ്റ്റ്വെയർ കൺസ്ട്രക്ഷൻസ് ഫണ്ടമെന്റൽ ഓഫ് കമ്പ്യൂട്ടർ എന്ന നമ്മുടെ ആ പാഠഭാഗ സിലബസിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കൺസ്ട്രക്ഷൻസ് എന്ന പാഠഭാഗത്തിലെ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ, അതായത് ഏകദേശം ഒരു 1ാം ക്ലാസ് മുതൽ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് അല്ലെങ്കിൽ IT ക്ലാസ്സുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ടാകും. എല്ലാവർക്കും പരിചിതമാണ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സും മൊബൈൽസും എന്ന് വേണ്ട എല്ലാ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നിങ്ങൾ വളരെയധികം പരിചയപ്പെട്ടവരാണ്. എന്നിരുന്നാൽ കമ്പ്യൂട്ടർ സയൻസിന്റെമായി ബന്ധപ്പെട്ട JST എന്ന കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് എന്ന ഭാഗം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് കമ്പ്യൂട്ടർ? വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? നിങ്ങളിൽ തന്നെ പല ആൾക്കും എനിക്ക് ഉത്തരം തരാൻ വേണ്ടി കഴിയും. എന്താണ് കമ്പ്യൂട്ടർ എന്നതിനെ കുറിച്ച്. വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? എന്നിരുന്നാൽ ഞാൻ പറയാം, കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് which can perform variety of operation in accordance with certain instructions. ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട്, ഒരു നിർദ്ദേശത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന, വിവിധ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. We can imagine a world without a computer. കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു കാലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. These days, computers are extensively used in millions of people around the world. ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ
കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തെ ദ ഇറ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇവിടെ ഈ കമ്പ്യൂട്ടറിന് ചെയ്തു തരുന്ന പല റോളുകളുമുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ BHSC അഡ്മിഷൻസ് ഇവിടെ നേടിയത് സിംഗിൾ വിൻഡോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്. അതായത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, മിലിറ്ററി, അതുപോലെ തന്നെ ഇമെയിൽ, ചാറ്റിംഗ്, വീഡിയോ കോളിംഗ്, മെഡിസിൻ മേഖലയിൽ, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിംഗ് മേഖലയിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ട് അതുപോലെയുള്ള ഹോം ഷോപ്പിംഗ് മേഖലയിൽ, അങ്ങനെ തുടങ്ങി ഇൻഷുറൻസ് മേഖലയിൽ, അങ്ങനെ തുടങ്ങി വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട റഡാർ സിസ്റ്റം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയിലും കമ്പ്യൂട്ടർ അതിൻ്റെതായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പരിചയപ്പെടാം. ഒന്നാമത്തത്, ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് അഡ്വാൻറ്റേജസ് ഓർ സ്ട്രെങ്ത് ഓഫ് ദി കമ്പ്യൂട്ടർ. ഇറ്റ് മേ ഹാവ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് കമ്പ്യൂട്ടർ. ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് ഒന്നാമത്തത് സ്പീഡ്. കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഈസ് capable of performing millions of instructions in a fraction of seconds. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനുള്ളിൽ തന്നെ മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അക്യുറസിയാണ്, കൃത്യത. ദി അക്യുറസി ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കൺസിസ്റ്റന്റ്ലി ഹൈ. Errors in computer system are mainly due to human errors rather than the technological errors. കമ്പ്യൂട്ടർ അതിന്റെ എറർസ് ഉണ്ടാക്കുന്നത് മനുഷ്യൻ ഉണ്ടാക്കുന്ന എറർ അല്ലാതെ ടെക്നോളജിക്കലായിട്ട് അതൊരു എറർ കമ്പ്യൂട്ടർ സ്വയം ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ കൃത്യത എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ്ലി ഹൈ ആണ്. പിന്നെ അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഒരു മനുഷ്യന് ഓർമ്മിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയ്ക്ക് ഒരു പരിമിതിയുണ്ട്. പക്ഷേ എ കമ്പ്യൂട്ടർ ക്യാൻ സ്റ്റോർ മില്യൺസ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ യൂസിങ് മെമ്മറി. മെമ്മറി യൂസ് ചെയ്തുകൊണ്ട് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അതിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകതയാണ് വേഴ്സറ്റാലിറ്റി. എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ്സ് എഫിഷ്യന്റ്ലി. വളരെ എഫിഷ്യന്റ് ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ് കമ്പ്യൂട്ടറിന് കൃത്യമായിട്ടും വളരെ കൃത്യമായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ് കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് അതിന്റെ വേഴ്സറ്റാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകതയാണ് ഡെലിഗൻസ് എന്ന് പറയുന്നത്. എ കമ്പ്യൂട്ടർ ഈസ് ഫ്രീ ഫ്രം മൊണോട്ടണി, ടയർഡ്നെസ് ആൻഡ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഫീലിംഗ്സ് എക്സെട്ര. മൊണോട്ടണി അല്ലെങ്കിൽ ഒരു ടയർഡ്നെസ്, ക്ഷീണം എന്നുള്ളത് കമ്പ്യൂട്ടറിന് ഒരിക്കലും ഉണ്ടാകില്ല. മൊണോട്ടണി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് മാത്രം എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, മനുഷ്യനാകുമ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്തു കൊടുക്കുന്നതായിട്ട് തീരും. ഇതാവുമ്പോൾ എല്ലാവർക്കും ആര് ജോലി ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും എല്ലാവർക്കും ഒരേപോലെ കമ്പ്യൂട്ടർ ജോലി ചെയ്തു കൊടുക്കുന്നതാണ്. കൂടാതെ അതിനൊരു ക്ഷീണം, ഇറ്റ് ക്യാൻ വർക്ക് ഫോർ അവേഴ്സ് വിത്തൗട്ട് എനി പ്രോബ്ലം. ഒരു പ്രശ്നവുമില്ലാതെ അതിന് മണിക്കൂറുകളോളം ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ്. പിന്നെ ഇതിന് സ്ട്രെങ്ത് കൂടാതെ ചില വീക്ക്നെസ്സും കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുണ്ട്. അതിനൊന്ന് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. തീരുമാനമെടുക്കാൻ, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് കമ്പ്യൂട്ടറിനില്ല. കൂടാതെ നോ IQ, ഇന്റലിജൻസ് കോഷ്യന്റ് ഇല്ല. കൂടാതെ റിഫ്ലക്ട്സ് ഹ്യൂമൻ എറർ. മനുഷ്യൻ എന്തുണ്ടാക്കുന്ന എറർ ഉണ്ടാക്കുന്നോ അത് കമ്പ്യൂട്ടർ റിഫ്ലക്ട് ചെയ്യുന്നതുമാണ്. പക്ഷെ ഇപ്പോൾ ഇന്റലിജൻസ് കോഷ്യന്റുള്ള അല്ലെങ്കിൽ സ്വയം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഉള്ള ഒരു കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഈ ജനറേഷനിൽ അവൈലബിൾ ആണ്. പക്ഷെ എന്നിരുന്നാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചിട്ട് മാത്രമേ സ്വയം അത് തീരുമാനിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല എന്ന് പറയുന്നത്, IQ ഇല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാൻ ചുരുക്ക രൂപത്തിൽ പറയാം. ഒന്ന്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്നത് സ്പീഡ്, രണ്ടാമത്തത് അക്യുറസി, മൂന്നാമത്തത് സ്റ്റോറേജ് കപ്പാസിറ്റി, നാലാമത്തത് വേഴ്സറ്റാലിറ്റി, അഞ്ചാമത്തത് ഡെലിഗൻസ്. പിന്നെ ഉള്ളത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ലാക്ക് ഓഫ് ഡെസിഷൻ മേക്കിംഗ് പവർ, ദെൻ നോ IQ, റിഫ്ലക്സ് ഹ്യൂമൻ എറർ. ഇത്രയുമാണ് കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഇവിടെ ഞാൻ തുടക്കത്തിൽ കമ്പ്യൂട്ടറിനെ ഒരു ഡാറ്റ പ്രോസസിംഗ് മെഷീൻ, അതായത് കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം വെറൈറ്റി ഓഫ് ഓപ്പറേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി സർട്ടൻ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് പറയുന്നത്.
നിർദ്ദേശം, ഇൻസ്ട്രക്ഷൻ. നിർദ്ദേശത്തിൽ ഉണ്ടാകുക എപ്പോഴും എന്താണ്? കുറെ ഡാറ്റകൾ അടങ്ങിയിട്ടുണ്ടാവും. ഒരു നിർദ്ദേശം നമ്മൾ പറയുമ്പോൾ കുറെ ഡാറ്റകൾ ചേർന്നതാണ് നിർദ്ദേശം എന്ന് പറയുന്നത്. നമുക്കിവിടെ എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്ന ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. എന്താണ് ഡാറ്റ? Data denotes raw facts and figures, which can be a number or name or place, whatever it is. എന്തുമാകാം ഡാറ്റ. അത് അൺറിലേറ്റഡ് ആണ്, മീനിങ്ലെസ് ആണ്. അൺറിലേറ്റഡ് മീനിങ്ലെസ് റോ ഫാക്ട് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 18 എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. രാജു എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. ബോയ് എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്, ഒരു ആൺകുട്ടി. അല്ലെങ്കിൽ ടോമി എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. പെൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. ഈ ഡാറ്റ എപ്പോഴും അൺറിലേറ്റഡ് ആയിരിക്കും, മീനിങ്ലെസ് ആയിരിക്കും. മീനിങ്ലെസ് ആയിട്ടുള്ള അൺറിലേറ്റഡ് ആയിട്ടുള്ള റോ ഫാക്ടിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് ഇൻഫർമേഷൻ ആകുന്നത് നോക്കാം. ഇൻഫർമേഷൻ ഈസ് പ്രോസസ്ഡ് ഡാറ്റ. ആ ഡാറ്റയെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫർമേഷൻ ആയിട്ട് മാറും. Then it should have meaningful. It is a meaningful data. അതൊരു മീനിങ് ആയി പ്രോസസ് ചെയ്ത് ഡാറ്റയെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ടായിരിക്കും. ആ മീനിങ് ഫുൾ ഡാറ്റയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ 18 രാജു ബോയ് എന്ന് പറയുന്നതിന് എങ്ങനെ ഇൻഫർമേഷൻ ആക്കാമെന്ന് നോക്കാം. രാജു ഈസ് ആൻ 18-year-old ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? അതൊരു ഇൻഫർമേഷൻ. That means a processed data is known as information. So we can say that computer is a data processing machine. ഈ ഡാറ്റയെ പ്രോസസ് ചെയ്യുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കമ്പ്യൂട്ടർ ഈസ് എ ഡാറ്റ പ്രോസസിംഗ് മെഷീൻ. ഈ ഡാറ്റയെ പ്രോസസ് ചെയ്യുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് നമുക്ക് പറയാൻ കഴിയും. Then next one, ഇവിടെ നമുക്കൊരു ചിത്രം നോക്കാം. ഇറ്റ് ആക്സെപ്റ്റ് ഡാറ്റ ആൻഡ് പ്രൊഡ്യൂസസ് ഇൻഫർമേഷൻ. ഡാറ്റ കൊടുത്തിട്ട് അത് കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കുന്ന ഒരു പിക്ചർ നമുക്ക് ഇവിടെ നോക്കാൻ വേണ്ടി കഴിയും. അവിടെ ഞാൻ 18 രാജു ബോയ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അത് പ്രോസസ് ചെയ്തതിനു ശേഷം രാജു ഈസ് ആൻ 18-year-old ബോയ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് തരികയും ചെയ്യും. അടുത്തതായി കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം, ഇതിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. എ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് സം ഫങ്ഷണൽ യൂണിറ്റ്സ്, namely ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഈച്ച് ഓഫ് ദീസ് യൂണിറ്റ് ഈസ് അസൈൻഡ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഈ പറയപ്പെടുന്ന ഓരോ യൂണിറ്റിനും ഓരോ പർട്ടിക്കുലർ ടാസ്ക് അസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് എ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും 4 യൂണിറ്റിനെ കൊണ്ടാണ്. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, 2 സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, 3 സ്റ്റോറേജ് യൂണിറ്റ്, 4 ഔട്ട്പുട്ട് യൂണിറ്റ്. ഓരോ യൂണിറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടാസ്ക് അസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഈ ഓരോ യൂണിറ്റിനെ കുറിച്ചും നമുക്ക് ഒരു ബ്ലോക്ക് ഡയഗ്രാം ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, സ്ലൈഡിൽ കൊടുക്കുന്നുണ്ട്. ഓരോ യൂണിറ്റിനെ കുറിച്ചും നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത് ഇൻപുട്ട് യൂണിറ്റ്. ദ ഇൻപുട്ട് യൂണിറ്റ് ആക്സെപ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം യൂസർ. യൂസറിൽ നിന്ന് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. The data may be in different forms like number, text, video, images, etc. ഡാറ്റ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡാറ്റ ക്യാൻ ബി എ നമ്പർ, നെയിംസ്, വീഡിയോ, ഇമേജസ്, എക്സെട്ര എക്സെട്ര. ഏത് തരത്തിലുള്ള ഡാറ്റയും ആകാം. ഈ ഡാറ്റ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ട്, യൂസറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. It converts this data and instruction to a form acceptable to the computer and supplies the converted instructions and data to the computer for processing. ഈ യൂണിറ്റ്, അതായത് ഇൻപുട്ട് യൂണിറ്റ്, ഇൻസ്ട്രക്ഷൻസിനെയും ഡാറ്റയെയും, അതായത് യൂസറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെയും ഡാറ്റയെയും
കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇൻപുട്ട് യൂണിറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ യൂസറിൽ നിന്ന് ഡാറ്റയെയും ഇൻസ്ട്രക്ഷൻസിനെയും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിന് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഡാറ്റ പ്രോസസ്സിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആവശ്യം. അങ്ങനെ so many input devices are used as input unit. For example, keyboard, mouse, scanner, microphone, digital camera, barcode reader, OMR, etc. etc. ഇതാണ് ഇൻപുട്ട് യൂണിറ്റിന്റെ ധർമ്മം. അതായത് ഇൻപുട്ട് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് ഇൻപുട്ട് ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇൻപുട്ട് യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. അടുത്തത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. Central Processing Unit or CPU. The CPU is the brain of the computer. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നാണ് CPU-നെ അറിയപ്പെടുന്നത്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിന്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത്. തലച്ചോർ എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ഇവിടെ all major computation and comparison are made by the CPU. എല്ലാ കമ്പ്യൂട്ടേഷൻസും കമ്പാരിസണും CPU ആണ് നടത്തി തരുന്നത്. ഇതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, രണ്ടാമത് കൺട്രോൾ യൂണിറ്റ്, മൂന്നാമത് രജിസ്റ്റേഴ്സ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് പെർഫോംസ് കാൽക്കുലേഷൻ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ സച്ച് ആസ് കമ്പാരിസൺ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. കമ്പാരിസണും ഡിസിഷൻ മേക്കിംഗും നമുക്ക് ചെയ്തു തരുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആണ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ് നമുക്ക് കമ്പാരിസൺ, ഡിസിഷൻ മേക്കിംഗ് എന്നീ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. നമുക്ക് അരിത്തമെറ്റിക് കാൽക്കുലേഷൻ, ഫോർ എക്സാമ്പിൾ A+B, 2+3, 5×2 എക്സെട്ര, ഇങ്ങനെയുള്ള അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസും കൂടാതെ A greater than B, if A greater than B, A is the biggest number, ഈ തരത്തിലുള്ള കമ്പാരിസൺ ഓപ്പറേഷൻസും ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസും നമുക്ക് ALU ആണ് ചെയ്തു തരുന്നത്. കൺട്രോൾ യൂണിറ്റിന്റെ തന്നെ അടുത്ത ഭാഗമായിട്ടുള്ള ഒന്നാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ തന്നെ CPU-ന്റെ തന്നെ അടുത്ത ഒരു പാർട്ടാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ദാറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ മറ്റുള്ള എല്ലാ യൂണിറ്റ്സിനെയും മാനേജ് ചെയ്യാൻ വേണ്ടി, കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കൺട്രോൾ യൂണിറ്റിന്റെ പണി ഇൻപുട്ട് യൂണിറ്റിനെയും ഔട്ട്പുട്ട് യൂണിറ്റിനെയും CPU എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റിന്റെ ധർമ്മം. അടുത്തത് രജിസ്റ്റേഴ്സ്. CPU-ന്റെ തന്നെ അടുത്തൊരു പാർട്ടാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ടെമ്പററി സ്റ്റോറേജ് എലമെന്റ് ഇൻസൈഡ് ദ CPU ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് CPU. ഇതൊരു CPU-യുടെ ഫംഗ്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് CPU-ന്റെ ഇൻസൈഡ് തന്നെയുള്ള ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ രജിസ്റ്റർ പലതരത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. MAR എന്നറിയപ്പെടുന്ന മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, MBR എന്നറിയപ്പെടുന്ന പലതരത്തിലുള്ള രജിസ്റ്റേഴ്സും. ചുരുക്ക രൂപത്തിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ പ്രധാനമായും മൂന്നായിട്ട് തിരിക്കാം. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, ദെൻ കൺട്രോൾ യൂണിറ്റ്, മൂന്നാമതാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനെ കുറിച്ച് മനസ്സിലായി എന്നൊക്കെ. അടുത്തതായി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള മെമ്മറി യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കാം. മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് യൂണിറ്റിലൂടെ കൊടുത്തിട്ടുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയും പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയയാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പെർഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രോസസ് ചെയ്യപ്പെടേണ്ട ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. The data and instruction entered in the computer through the input unit are stored inside the computer before actual processing starts. Memory unit perform this function. There are two types of memory units. The first one is primary memory storage and second one is secondary memory storage. Primary memory storage is also known as the main memory. Primary storage in a main memory ennu ariyappedunnu. It is made up of electronic circuit or semiconductor chip.
ചിപ്പ്. ഇലക്ട്രോണിക് സർക്യൂട്ട് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ചിപ്പ് കൊണ്ടാണ് ഇത് പ്രൈമറി മെമ്മറി സ്റ്റോറേജ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ഇലക്ട്രോണിക് ഓർ സെമി കണ്ടക്ടർ മെമ്മറി. അതുകൊണ്ട് തന്നെ ഇതിനെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെമ്മറി എന്നും അറിയപ്പെടുന്നു. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, മെമ്മറി യൂണിറ്റിന്റെ ഒന്നാമത്തെ ഒരു പാർട്ടാണ് പ്രൈമറി സ്റ്റോറേജ്. പ്രൈമറി മെമ്മറി തന്നെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് റാൻഡം ആക്സസ് മെമ്മറി, രണ്ടാമത് റീഡ് ഓൺലി മെമ്മറി, റാം ആൻഡ് റോം. നമുക്ക് എന്താണ് റാം എന്ന് പരിചയപ്പെടാം. റാം ഹോൾഡ് ഇൻസ്ട്രക്ഷൻ, ഡാറ്റ ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട് ഓഫ് പ്രോസസിംഗ്. പ്രോസസിംഗിന്റെ ഇന്റർമീഡിയറ്റ് റിസൾട്ട്, ഡാറ്റ, ഇൻസ്ട്രക്ഷൻ എന്ന് ഹോൾഡ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസ് ആണ് റാം എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഹോൾഡ് റീസെന്റ്ലി പ്രൊഡ്യൂസ് റിസൾട്ട് ഓഫ് ദി ജോബ് ഡൺ ബൈ ദ കമ്പ്യൂട്ടർ. റീസെന്റ്ലി പ്രൊഡ്യൂസ് ആയിട്ടുള്ള, റീസെന്റ്ലി ഉണ്ടാക്കിയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യുന്നതും റാമാണ്. വെനെവർ ദി പവർ സപ്ലൈ ഈസ് ഓഫ്, ഓൾ ദി കണ്ടന്റ് വുഡ് ബി ലോസസ്. എപ്പോഴെങ്കിലും കറണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ കണ്ടന്റും ഇത് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വോളറ്റൈൽ മെമ്മറി എന്ന് പറയാം. വോളറ്റൈൽ മെമ്മറിയാണ് റാം. അതായത് എപ്പോഴെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ കണ്ടന്റും എന്താവും, നഷ്ടപ്പെട്ടു പോകും. സിസ്റ്റം ഓഫ് ആയി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള എല്ലാ കണ്ടന്റും നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത് സിസ്റ്റം ഓൺ ആക്കി വരുമ്പോൾ അതിലൊന്നും കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും ഇൻഫർമേഷനും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി ഒരു സോങ് വെച്ച് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓപ്പൺ ആക്കിയിട്ട് ഒരു സോങ് വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റം പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയിപ്പോകും. തിരിച്ച് രണ്ടാമത് സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ ആ പാട്ട് അവിടെ ഉണ്ടാകുകയില്ല. കാരണം എന്ത്, അത് സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ്. റാമിലുള്ള എല്ലാ ഇൻഫർമേഷൻസും എല്ലാ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിനെ വോളറ്റൈൽ മെമ്മറി എന്നും അറിയപ്പെടുന്നു. സെക്കൻഡ് വൺ, റോം. ദി മെമ്മറി from which can only read but cannot write on it. നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ റൈറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അത്തരത്തിലുള്ള മെമ്മറിയാണ് റോം മെമ്മറി, റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് നോൺ വോളറ്റൈൽ. ഇത് നോൺ വോളറ്റൈൽ അല്ല. അതായത് പവർ സപ്ലൈ ഓഫ് ആയാലും ഇതിന്റെ കണ്ടന്റ് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബയോസ് ഒരു സിസ്റ്റം ഓണായി വരുമ്പോൾ കുറെ കാര്യങ്ങൾ, മാനുഫാക്ചറുടെ കുറെ കാര്യങ്ങൾ, സിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവിടെ എഴുതി വരുന്നതായിട്ട് കാണാം. അതെല്ലാം ബയോസിലുള്ള ഇൻഫർമേഷൻസ് ആണ്. അതായത് സിസ്റ്റം നമ്മൾ ഓണാക്കുമ്പോൾ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വരുന്നതായിട്ടാണ്. അത് പെർമനന്റ് ആയിട്ട് അവിടെ സ്ഥിരമായിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്ന ഒരു യൂണിറ്റിലാണുള്ളത്. അതാണ് റോം, റീഡ് ഓൺലി മെമ്മറി. അവിടെ നമുക്ക് റൈറ്റ് ചെയ്യാനും പറ്റില്ല, റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ. ഇത്തരം മെമ്മറിയാണ് നമ്മൾക്ക് മെമ്മറി യൂണിറ്റിലെ പ്രൈമറി സ്റ്റോറേജ് ആയിട്ട് കണക്കാക്കുന്നത്. Primary memory can be divided into two. The first one is RAM, random access memory. The second one is ROM. ചുരുക്കരൂപത്തിൽ പറഞ്ഞ RAM is a volatile memory. Whenever the power supply is off, all the information would be losses. അതുകൊണ്ടാണ് അതിനെ volatile memory എന്ന് പറയുന്നത്. The second one is ROM, read only memory. We cannot write on it. നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി കഴിയില്ല. പവർ സപ്ലൈ ഓഫ് ആയാലും, പവർ സപ്ലൈ അതായത് കറണ്ട് ഇല്ലെങ്കിലും അതിലുള്ള കണ്ടന്റ് ഒന്നും നഷ്ടപ്പെടില്ല. നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സിസ്റ്റമെല്ലാം ഓൺ ആക്കുമ്പോൾ വരുന്ന കുറെ ഇൻഫർമേഷൻസ് എല്ലാം അവിടെ കാണാം. സിസ്റ്റം ബൂട്ട് ചെയ്യുമ്പോൾ കാണുന്നതെല്ലാം റോമിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അടുത്തത് പ്രൈമറി മെമ്മറിയെ മെമ്മറി യൂണിറ്റിനെ രണ്ടായിട്ട് തരംതിരിച്ചതിന് രണ്ടാമത്തെ പാർട്ടാണ് സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് മെയിൻ മെമ്മറി, അതായത് പ്രൈമറി മെമ്മറി വളരെ കോസ്റ്റ്ലിയാണ്. കൂടാതെ അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ പരിമിതവുമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഹ്യൂജ് സ്റ്റോറേജ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, വളരെയധികം ഡാറ്റ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് വേറൊരു പേരിൽ ഓക്സിലറി മെമ്മറി എന്ന് ഇതിനെ അറിയപ്പെടുന്നു. ഇനി അവസാനമായിട്ട് ഫങ്ഷണൽ യൂണിറ്റ്സിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ആഫ്റ്റർ ഡാറ്റ പ്രോസസിംഗ് ഷുഡ് ബി സപ്ലൈഡ് ടു ദി ഔട്ട്സൈഡ് വേൾഡ്. നമ്മൾ ഡാറ്റ പ്രോസസ് ചെയ്യപ്പെട്ടതിന് ശേഷം, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡാറ്റ പ്രോസസിംഗ് നടത്തിയതിനു ശേഷമുള്ള ഇൻഫർമേഷൻ നമ്മൾ ഔട്ട്സൈഡ് വേൾഡ്, അതായത് എൻഡ് യൂസർക്ക് സപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊരു ആ എൻഡ് യൂസറിന് സപ്ലൈ ചെയ്യപ്പെട്ട ഇൻഫർമേഷൻ നമ്മൾക്ക് ഹ്യൂമൻ റീഡബിൾ ഫോമിലായിരിക്കും വേണം. ഈ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റിയിട്ട് എൻഡ് യൂസറിലേക്ക് പ്രോസസ് ചെയ്യപ്പെട്ട ഡാറ്റ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് ഔട്ട്പുട്ട് യൂണിറ്റ് ആയിട്ട് പലതരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മോണിറ്റർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ് ആർ യൂസ്ഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, LCD മോണിറ്റർ, LED മോണിറ്റർ, പഴയ CRT മോണിറ്റർ, അങ്ങനെയുള്ള മോണിറ്റേഴ്സ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ആയിട്ട്. കൂടാതെ
പ്രിന്റർ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഒരു ആർട്ട് കോപ്പി വേണമെങ്കിൽ പ്രിന്റർ യൂസ് ചെയ്യാറുണ്ട്. കൂടാതെ സ്പീക്കർ ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. കൂടാതെ പ്ലോട്ടർ വലിയ നമ്മൾ ഫ്ലക്സ് എല്ലാം ഡിസൈൻ ഫ്ലക്സ് എല്ലാം പ്രിന്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്ലോട്ടേഴ്സും നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യും. സോ മെനി ഔട്ട്പുട്ട് യൂണിറ്റ്സ് ആർ ദെയർ ആൻഡ് ഇൻപുട്ട് യൂണിറ്റ്സ് ആർ ദെയർ. നിങ്ങൾ നമ്മൾക്ക് അടുത്ത ഒരു പാർട്ടിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചും ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചും വ്യക്തമായിട്ട് പഠിക്കാം. ഓരോന്നിനെയും നമ്മൾക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ ചുരുക്കി പറയാം, കൺക്ലൂഷൻ പറയാം. ഇവിടെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഫങ്ഷണൽ യൂണിറ്റ്സിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ പ്രധാനമായിട്ടും ഫങ്ഷണൽ യൂണിറ്റ്സിന്റെ ഇൻപുട്ട് യൂണിറ്റ് നമ്മൾ പഠിച്ചു. പിന്നെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനെ കുറിച്ച് പഠിച്ചു. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനെ തന്നെ മൂന്നായിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്തു. അവിടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, ഇതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെമ്മറി യൂണിറ്റിനെ കുറിച്ചാണ്. മെമ്മറി യൂണിറ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രൈമറി മെമ്മറി സ്റ്റോറേജിനെ കുറിച്ചും സെക്കൻഡറി മെമ്മറി സ്റ്റോറേജിനെ കുറിച്ചും അതിൽ തന്നെ റാം, റോം ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു.